വെൽക്കം ടു BSc മെക്കാനിക്സ്. കഴിഞ്ഞ പോസ്റ്റിങ്ങിൻ്റെ കണ്ടിന്യൂവേഷനായത്. റേഡിയൽ വെലോസിറ്റിയും ട്രാൻസ്വേഴ്സ് വെലോസിറ്റിയും കണ്ടു. ഇനി ഇത് ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അവിടെ രണ്ട് ആക്സിലറേഷൻ അപ്പോൾ പറയണം: റേഡിയൽ ആക്സിലറേഷൻ ആൻഡ് ട്രാൻസ്വേഴ്സ് ആക്സിലറേഷൻ. അപ്പോൾ അതൊന്ന് കാണാം. ഇപ്പോൾ പാർട്ടിക്കിൾ പിയിലായിരിക്കുമ്പോൾ റേഡിയൽ വെലോസിറ്റി VR ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് VR. വി തീറ്റ ഈസ് ദിസ്. ഡെൽറ്റ ടി സെക്കൻഡ് കഴിയുമ്പോൾ പാർട്ടിക്കിൾ ക്യൂവിലെത്തുക. ഇപ്പോൾ റേഡിയൽ വെലോസിറ്റി VR പ്ലസ് ഡെൽറ്റ VR എന്നിരിക്കട്ടെ. ദറ്റ് ഈസ് അലോങ് QB. Transverse velocity is v theta plus delta v theta, that is along QA. ഇനിയും ഈ ചേഞ്ചൊക്കെ വെലോസിറ്റി വെക്ടറാണ്. വെക്ടർ സാധാരണ സ്കെയിലർ ചെയ്യുന്ന പോലെയൊക്കെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കണം, കൊളിനിയർ ആയിരിക്കണം. ഡയറക്ഷൻ അല്ല, ഒരു ലൈനിൽ കൂടെ ആയിരിക്കണം, ഒന്നുകിൽ ഇൻ ദി സെയിം സെൻസ് അല്ല ഓപ്പോസിറ്റ് സെൻസ്. ഇവിടെ ഇപ്പോൾ അതിന് വേണ്ടി ക്യൂവിലെത്തുമ്പോൾ ഈ വെലോസിറ്റി VR പ്ലസ് ഡെൽറ്റ VRും വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റയും ഇനിഷ്യൽ OPയുടെ ഡയറക്ഷനിൽ ഏതൊക്കെയാകുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി LL' എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുന്നു, പാരലൽ ടു OP. പാരലൽ ടു OP. അപ്പോൾ LL' ഈസ് പാരലൽ ടു OP. ഇപ്പോൾ ഈ LL' കൂടെ ഏതൊക്കെ വെലോസിറ്റി ക്യൂവിലെത്തുമ്പോൾ ആ പാർട്ടിക്കിളിനുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അത് വെച്ച് വേണം നമുക്ക് VRുമായിട്ട് കമ്പയർ ചെയ്യാൻ. VR പ്ലസ് ഡെൽറ്റ VR പ്ലസ് ഡെൽറ്റ VR. ഈ ആംഗിൾ ഡെൽറ്റ തീറ്റയാണ്, ഇത് ഡെൽറ്റ തീറ്റയായെങ്കിൽ ഇത് ഡെൽറ്റ തീറ്റയാണ്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഇങ്ങോട്ട് VR പ്ലസ് ഡെൽറ്റ VR കോസ് ഡെൽറ്റ തീറ്റ, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ LL' പെർപെൻഡിക്കുലറാണ് QM. QMൽ കൂടി അപ്പോൾ VR പ്ലസ് ഡെൽറ്റ VRനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. വൺ ഈസ് VR പ്ലസ് ഡെൽറ്റ VR കോസ് ഡെൽറ്റ തീറ്റ along QL'. The other is VR plus delta VR sin delta theta along QM. ഇതുപോലെ വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ ക്യൂയെ കൂടുള്ള അതിനും രണ്ട് കമ്പോണൻസ് ഉണ്ട്. അതിന് QMൽ കൂടുള്ള കമ്പോണൻ്റ് അത് ഡെൽറ്റ തീറ്റയാണ്. QMനും QAയ്ക്കും ഇടയ്ക്കുള്ള ആംഗിൾ ഡെൽറ്റ തീറ്റ വരും. അപ്പോൾ വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ ഇൻറ്റു കോസ് ഡെൽറ്റ തീറ്റ QMൽ കൂടി വരും. LL' കൂടെ വരുന്നത് അതിൻ്റെ സൈൻ കമ്പോണൻ്റ്, വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ സൈൻ ഡെൽറ്റ തീറ്റ. ചുരുക്കത്തിൽ ഇപ്പോൾ ക്യൂവിലെത്തുമ്പോൾ OPക്ക് പാരലായിട്ടുള്ള വെലോസിറ്റി കമ്പോണൻസ് ഒന്ന് VR പ്ലസ് ഡെൽറ്റ VR കോസ് ഡെൽറ്റ തീറ്റ ഇങ്ങോട്ട്. The other is v theta plus delta v theta sin delta theta ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ വെച്ച് LL' കൂടെയുള്ള റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദിസ് മൈനസ് ദിസ്, VR പ്ലസ് ഡെൽറ്റ VR കോസ് ഡെൽറ്റ തീറ്റ മൈനസ് വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ സൈൻ ഡെൽറ്റ തീറ്റ. ഇതുപോലെ അതിന് നോർമലായിട്ട് QMൽ കൂടിയും ഇപ്പോൾ രണ്ട് കമ്പോണൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ സൈൻ കമ്പോണൻറ്റും ഇതിൻ്റെ കോസ് കമ്പോണൻറ്റും. അത് രണ്ടും ഒരു ഡയറക്ഷനിൽ, അപ്പോൾ അതിനും കൂടെ ആഡ് ചെയ്യണം. VR പ്ലസ് ഡെൽറ്റ VR സൈൻ ഡെൽറ്റ തീറ്റ പ്ലസ് വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ കോസ് ഡെൽറ്റ തീറ്റ. അപ്പോൾ ക്യൂവിൽ ഈ ഓരോ കമ്പോണൻസും എടുക്കുക. പിയിൽ നിന്നും ക്യൂവിലേക്ക് പാർട്ടിക്കിൾ പോകുമ്പോൾ
ഒ പിക്ക് പാരലായിട്ടുള്ള വെലോസിറ്റി എത്ര ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ക്യൂവിലെത്തുമ്പോൾ ഒ പിക്ക് പാരലായിട്ട് എത്രയാണോ വെലോസിറ്റി ദാറ്റ് മൈനസ് പിയിൽ വെച്ചുള്ള ഒ പിക്ക് പാരലായിട്ടുള്ള വെലോസിറ്റി. ഒരു പോയിന്റ് ഇനിയും ശ്രദ്ധിക്കേണ്ടത്, ഡെൽറ്റ തീറ്റ നമ്മൾ ചെറിയ ചെറിയ ഇൻക്രിമെൻ്റായിട്ടാണ് മോഷൻ എടുക്കുന്നത്. അപ്പം ഡെൽറ്റ തീറ്റ വളരെ ചെറുതാണ്, അതുകൊണ്ട് കോസ് ഡെൽറ്റ തീറ്റ എന്നുള്ള 1 എന്നങ്ങ് എടുക്കാം ലിമിറ്റ്. സൈൻ ഡെൽറ്റ തീറ്റ എന്നുള്ള ഡെൽറ്റ തീറ്റ എന്നങ്ങ് എഴുതുക. അത് പഠിച്ചിട്ടുണ്ടല്ലോ. ആസ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ ടെൻസ് ടു 1 ആൻഡ് ആസ് ഡെൽറ്റ തീറ്റ ടെൻസ് ടു 0 സൈൻ ഡെൽറ്റ തീറ്റ ടെൻസ് ടു ഡെൽറ്റ തീറ്റ. അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വെലോസിറ്റി അറ്റ് ക്യൂ പാരലൽ ടു വി ആർ ഈക്വൽസ് വി ആർ പ്ലസ് ഡെൽറ്റ വി ആർ കോസ് ഡെൽറ്റ തീറ്റ മൈനസ് വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ സൈൻ ഡെൽറ്റ തീറ്റ വിച്ച് ഈസ് നിയർലി ഈക്വൽ ടു ആ ലിമിറ്റ് എടുക്കുക. കോസ് ഡെൽറ്റ തീറ്റയുടെ സ്ഥാനത്ത് 1 എന്നും സൈൻ ഡെൽറ്റ തീറ്റയുടെ സ്ഥാനത്ത് ഡെൽറ്റ തീറ്റയും. അപ്പോൾ വെലോസിറ്റി അറ്റ് ക്യൂ പാരലൽ ടു വി ആർ. ഈ പാരലൽ എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്കെയിലർ പോലും ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്. ഈക്വൽസ് വി ആർ പ്ലസ് ഡെൽറ്റ വി ആർ മൈനസ് ഓഫ് വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഇനി വെലോസിറ്റി അറ്റ് ക്യൂ പാരലൽ ടു വി തീറ്റ, അതായത് ട്രാൻസ്വേഴ്സ് component of velocity at q parallel to transverse velocity at p, that is v theta. അവിടെ 2 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റയുടെ കോസും വി ആർ പ്ലസ് ഡെൽറ്റ വി ആറിൻ്റെ സൈനും. അത് രണ്ടും ഒരേ ഡയറക്ഷനിലാകുമ്പോൾ ആഡ് ചെയ്യണം. അപ്പോൾ വെലോസിറ്റി അറ്റ് ക്യൂ പാരലൽ ടു വി തീറ്റ ഈക്വൽസ് വി ആർ പ്ലസ് ഡെൽറ്റ വി ആർ സൈൻ ഡെൽറ്റ തീറ്റ പ്ലസ് വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ കോസ് ഡെൽറ്റ തീറ്റ. ഡെൽറ്റ സൈൻ്റെയും കോസിൻ്റെയും മാറ്റി കഴിയുമ്പോൾ ദറ്റ് ഈസ് വി ആർ പ്ലസ് ഡെൽറ്റ വി ആർ ഡെൽറ്റ തീറ്റ പ്ലസ് വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ. എങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ലിമിറ്റും എടുക്കുക. അപ്പോൾ റേഡിയൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ ക്യൂവിൽ വെച്ച് ഒ പിക്ക് എൽ ഡാഷിക്കൂടുള്ള കമ്പോണൻ്റ് എത്രയാണോ ദാറ്റ് മൈനസ് പിയിലെ വെലോസിറ്റി ഫൈനൽ മൈനസ് ഇനിഷ്യൽ വി ആർ ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ചേഞ്ച് ഇൻ റേഡിയൽ വെലോസിറ്റി പാരലൽ ടു വി ആർ ഈക്വൽസ് വി ആർ പ്ലസ് ഡെൽറ്റ വി ആർ മൈനസ് വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ. അത് ക്യൂവിലെത്തുമ്പോൾ എൽ ഡാഷിക്കൂടുള്ള വെലോസിറ്റിയാണ്. ദാറ്റ് മൈനസ് പിയിൽ വെച്ച് അതിനുണ്ടായിരുന്ന വെലോസിറ്റി ആ ഡയറക്ഷനിൽ വി ആർ. അപ്പോൾ മൈനസ് വി ആർ ദറ്റ് ഈസ് ഡെൽറ്റ വി ആർ മൈനസ് വി തീറ്റ ഡെൽറ്റ തീറ്റ മൈനസ് ഡെൽറ്റ വി തീറ്റ ഡെൽറ്റ തീറ്റ. ഒരു വി ആർ ക്യാൻസൽ ചെയ്തു. എങ്കിൽ ആ ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ റേഡിയൽ ആക്സിലറേഷൻ എ ആർ അറ്റ് പി. പി എന്ന് പറയുമ്പോൾ ലിമിറ്റ് ടി ഡെൽറ്റ ടി ടെൻസ് ടു 0 ആക്കണം. അപ്പോൾ ലിമിറ്റ് എടുക്കുക. അപ്പോൾ റേഡിയൽ ആക്സിലറേഷൻ അറ്റ് പി ഈക്വൽസ് എ ആർ ഈക്വൽസ് ലിമിറ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അതിൻ്റെ ലിമിറ്റ്. അപ്പോൾ ഡെൽറ്റ വി ആർ മൈനസ് വി തീറ്റ ഡെൽറ്റ തീറ്റ മൈനസ് ഡെൽറ്റ വി തീറ്റ ഡെൽറ്റ തീറ്റ ദി ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതിൽ ഈ ഡെൽറ്റ ടി ലിമിറ്റ് ആദ്യത്തെ ടേം ഡെൽറ്റ ടി കോമൺ ഡിനോമിനേറ്റർ. അപ്പോൾ ആദ്യത്തെ ഡെൽറ്റ വി ആർ ബൈ ഡെൽറ്റ ടി അതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ ഡി വി ആർ ബൈ ഡി ടി മൈനസ് വി തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ലിമിറ്റ് എടുക്കുമ്പോൾ വി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി മൈനസ് 2 ഇൻക്രിമെൻ്റ് അവിടെ മൂന്നാമത്തെ ടേമിൽ ഒന്നിച്ച് വന്നിരിക്കുക. ഈ ഡെൽറ്റ ടി ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ എടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വരും. പക്ഷേ ഒരു ഇൻക്രിമെൻ്റ് ഒറ്റയ്ക്ക് വരുന്നുണ്ട്. ഡെൽറ്റ ടി 0 ആകുമ്പോൾ ആ ഇൻക്രിമെൻ്റ് അങ്ങ് 0 ആകും. ചുരുക്കത്തിൽ 2 ഇൻക്രിമെൻറ്റ്സ് പ്രോഡക്റ്റായിട്ട് വന്നാൽ നമുക്കതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ അങ്ങ് 0 എന്ന് വരും. ഇതൊക്കെ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. എൻ്റെ കാൽക്കുലസ് ഫോർ ഫിസിക്സ് എടുത്ത് നോക്കുക, പോസ്റ്റിംഗ് പ്ലേലിസ്റ്റിലുണ്ട്. ലിമിറ്റും ഒക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ. ചുരുക്കത്തിൽ എ ആർ ഈക്വൽസ് ഡി വി ആർ മൈനസ് വി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് വരും.
ദറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് വി ആർ നേരത്തെ കഴിഞ്ഞ പോസ്റ്റിംഗ് കണ്ടു ഡി ആർ ബൈ ഡി ടി മൈനസ് വി തീറ്റ എന്ന് പറഞ്ഞാൽ ആർ ഡി തീറ്റ ബൈ ഡി ടി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഓർ റേഡിയൽ ആക്സിലറേഷൻ എ ആർ ഈക്വൽസ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി ദി ഹോൾ സ്ക്വയർ. This is in the direction OP or directed away from O along OP. അത് ഓരോ പൊസിഷൻ ചെല്ലുമ്പോൾ അതാത് പൊസിഷനിലെ റേഡിയസ് വെക്ടറിൽ കൂടെ അകലേക്കായിരിക്കും. തിരിച്ചാണെങ്കിൽ നമ്മളൊരു മൈനസ് ഇട്ട് കൊടുക്കും. അതൊക്കെ നമുക്ക് ഇതിന് ആപ്ലിക്കേഷൻ വരുമ്പം കാണാം ഗ്രാവിറ്റി. ഇനി ചേഞ്ച് ഇൻ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി പാരലൽ ടു വി തീറ്റ. പാരലൽ ടു വി തീറ്റ എന്ന് പറഞ്ഞാൽ പിയിലെത്തുമ്പോൾ ഉള്ള വി തീറ്റ ഈക്വൽസ് ഇപ്പോൾ പിയിൽ നിന്നും ക്യൂവിലേക്ക് ചെല്ലുമ്പോൾ പിയിലായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വി തീറ്റ എത്രയാണോ അതിന് പാരലായിട്ട് ക്യൂവിലെത്തുമ്പോൾ എത്രയാണോ ദാറ്റ് മൈനസ് വി തീറ്റ. അപ്പോൾ ചേഞ്ച് ഇൻ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി പാരൽ ടു വി തീറ്റ ഈക്വൽസ് നേരത്തെ നമ്മൾ ക്യൂവിലെത്തുമ്പോൾ ഉള്ള ട്രാൻസ്വേഴ്സ് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. വി ആർ പ്ലസ് ഡെൽറ്റ വി ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ പ്ലസ് വി തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ മൈനസ് ചേഞ്ച് എടുക്കുമ്പോൾ വി തീറ്റ. ഒരു വി തീറ്റ ക്യാൻസൽ ചെയ്യും പോയിട്ട് വി ആർ ഡെൽറ്റ തീറ്റ പ്ലസ് ഡെൽറ്റ വി ആർ ഡെൽറ്റ തീറ്റ പ്ലസ് ഡെൽറ്റ വി തീറ്റ. എങ്കിൽ എ തീറ്റ ട്രാൻസ്വേഴ്സ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ദി ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നിട്ട് ലിമിറ്റ് എടുക്കുക ഡെൽറ്റ ടി ടെൻഡിങ് ടു 0. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നേരിട്ട് എഴുതാമല്ലോ വി ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി പ്ലസ് രണ്ട് ഇൻക്രിമെൻറ്റ്സ് വരിക സെക്കൻഡ് ടൈമിൻ്റെ ലിമിറ്റ് 0 ആകും പ്ലസ് ഡി വി തീറ്റ ബൈ ഡി ടി. ഇനി വി ആർ ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി പ്ലസ് d by dt of v theta is r d theta by dt, or this is dr by dt into d theta by dt plus അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഡി ബൈ ഡി ടി ഓഫ് ആർ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ആർ ഇൻറ്റു യു ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ ആർ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി തീറ്റ ബൈ ഡി ടി ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. രണ്ട് ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ഉണ്ട്. സോ എ തീറ്റ ഈക്വൽസ് 2 ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി പ്ലസ് ആർ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഇത് ഒന്ന് കോമ്പാക്റ്റ് ആയിട്ട് എഴുതാം. ദിസ് ഈസ് എ തീറ്റ ഈക്വൽസ് 1 ബൈ ആർ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഇപ്പോൾ ഓർത്തിരിക്കാൻ ഈ ഫോമാണ് എളുപ്പം. ഇതിലൂടെ എം എന്ന് കഴിയുമ്പോൾ എം ആർ സ്ക്വയർ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻ്റ് ആയിട്ടൊക്കെ വരും. അത് നമുക്ക് ഗ്രാവിറ്റിയിൽ കാണാം. ഗ്രാവിറ്റിയിലോട്ട് കയറുമ്പോൾ ഈ റിസൾട്ട് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ റേഡിയൽ ആക്സിലറേഷൻ ട്രാൻസ്വേഴ്സ് ആക്സിലറേഷനൊക്കെ കണ്ടു. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് റേഡിയൽ ആക്സിലറേഷൻ എ ആർ ഈക്വൽസ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ആർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി ദി ഹോൾ സ്ക്വയർ ആൻഡ് ട്രാൻസ്വേഴ്സ് ആക്സിലറേഷൻ എ തീറ്റ ഈക്വൽസ് 1 by r into d by dt of r square d theta by r square into d theta by dt. എങ്കിൽ എ ആർ എ തീറ്റ എ ആർ റേഡിയസിൽ കൂടെ എ തീറ്റന് പെർപെൻഡിക്കുലർ. അപ്പോൾ എങ്കിൽ ടോട്ടൽ ആക്സിലറേഷൻ എ ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ആർ സ്ക്വയർ പ്ലസ് എ തീറ്റ സ്ക്വയർ. യൂണിഫോം സർക്കുലാർ മോഷൻ എടുത്തു കഴിഞ്ഞാൽ റേഡിയസ് അവിടെ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇതിലൊരു ആക്സിലറേഷനേ വരത്തുള്ളൂ, എ ആർ മാത്രമേ വരത്തുള്ളൂ. എ തീറ്റ അങ്ങ് 0 ആകും. അപ്പോൾ ആ എ ആറിനെ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുക. അത് സ്പെഷ്യൽ കേസാണ് ഇതെല്ലാം ജനറൽ കേസ്. അപ്പോൾ ഈ രണ്ട് റിസൾട്ട് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ഇതിനെ ബേസ് ചെയ്താണ് നമുക്ക് ചർച്ച വരുന്നത്. ഇനി ഈ
സെൻട്രൽ ഓർബിറ്റ്, സെൻട്രൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്ന ഈ പ്ലാനറ്ററി മോഷനുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിനെല്ലാം ഇപ്പോൾ എടുത്ത 2 റിസൾട്ട്, റേഡിയൽ ആക്സിലറേഷൻ, ട്രാൻസ്വേഴ്സ് ആക്സിലറേഷൻ, റേഡിയൽ വെലോസിറ്റി, ട്രാൻസ്വേഴ്സ് വെലോസിറ്റി, ഈ റിസൾട്ടുകൾ ആവശ്യമാണ്. താങ്ക് യു.